ആഗോള കാലാവസ്ഥാ ഉച്ചകോടി ബ്രസീലിലെ ബെലേമിൽ പുരോഗമിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് അപകടകരമായി തുടരുന്നതിനിടെയാണ് ഈ വർഷത്തെ ലോക കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നത്. എന്നാൽ ആഗോള താപന തോത് ഉയർത്തുന്നതിലെ മുഖ്യ കാരണക്കാരായ അമേരിക്ക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുമില്ല. ഈ മാസം 21 വരെയാണ് ഉച്ചകോടി. മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോകുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തും നിരവധിയായ കാലാവസ്ഥാ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ആ പ്രാധാന്യം ഉൾക്കൊള്ളാതെയാണ് അമേരിക്ക മുന്നോട്ടു പോകുന്നത്. കാലാവസ്ഥയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തെ അട്ടിമറിക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ വിട്ടുനിൽക്കൽ വിലയിരുത്തുന്നത്. ലോകത്തിന്റെ നിലനിൽപ്പിനായി കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അംഗരാജ്യങ്ങൾ കൂട്ടായ ശ്രമം നടത്തണമെന്ന് ഉച്ചകോടിയുടെ അധ്യക്ഷൻ ആന്ദ്രേ കൊറേയ ഡോക്ടർ ലാഗോ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പാരീസ് ഉടമ്പടി പ്രകാരം ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ മുന്നേറ്റത്തിൽ ഇനിയും ഏറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് UN കാലാവസ്ഥാ വ്യതിയാന എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സിൽ ആവശ്യപ്പെട്ടു. കാർബൺ പുറന്തള്ളലിൽ കുറവ് വരുത്താനുള്ള പ്രവർത്തനങ്ങൾ, ഇതിലേക്ക് രാഷ്ട്രങ്ങളുടെ സംഭാവനകൾ, കാലാവസ്ഥാ ദുരന്തങ്ങൾ മൂലമുള്ള നാശനഷ്ടങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്നിവയാണ് ഉച്ചകോടിയിലെ മറ്റജണ്ടകൾ. ഉഷ്ണമേഖലാവനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കും ഇത്തവണ ഊന്നൽ നൽകുന്നുണ്ട്. കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണം എന്ന ആവശ്യത്തിൽ ഇത്തവണയും വികസിത രാജ്യങ്ങൾ മുഖം തിരിക്കാനാണ് സാധ്യത. കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ ജ്വലനത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ പുറംതള്ളിയ രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. എന്നാൽ കാലാവസ്ഥാ സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിൽ ഇത്തവണ പങ്കെടുക്കുന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.